ഹായ് ഒരുപടി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ യാത്രയാണ് എനിക്ക്. ദുബായിയുടെ പ്രശസ്തമായ ലാൻഡ് മാർക്കിന് മുകളിലൂടെ ഒരു 12 മിനിറ്റ് ഹെലികോപ്റ്റർ യാത്രയ്ക്കുള്ള ഒരു അവസരമാണ് എനിക്കിന്ന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ദുബായ് അറ്റ്ലാന്റിസ് പാം ജുമൈറയുടെ അടുത്തുള്ള ഒരു ഹെലികോപ്റ്റർ പാഡിൽ നിന്നും തുടങ്ങുന്നതാണ് ഈ യാത്ര. ബുക്ക് ചെയ്ത സ്ലോട്ട് സമയത്തിനനുസരിച്ചുള്ള സമയത്ത് അവിടെ എത്തിയതിന് ശേഷം തുടർന്നുള്ള ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണോ നമ്മുടെ ഈ ഹെലികോപ്റ്ററിനകത്ത് ഇരിക്കേണ്ടതും അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് പാലിക്കേണ്ടതെന്നും സേഫ്റ്റി ഫീച്ചേഴ്സുകളും എല്ലാം പറയുന്ന ചെറിയൊരു വിവരണം കഴിഞ്ഞതിന് ശേഷം ഒരു ലഘു പരിശോധന ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു സേഫ്റ്റി ബാഗൊക്കെ ഞങ്ങൾ ദേഹത്തൊക്കെ ധരിപ്പിച്ചു. അതിനുശേഷം നേരെ ഹെലികോപ്റ്റർ വന്ന സമയത്തിന് ഞങ്ങളെ ഗ്രൗണ്ട് സ്റ്റാഫ് അങ്ങോട്ട് കൊണ്ടുപോവുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള രീതിയിലുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സും ബെൽറ്റ് സൗകര്യങ്ങളും എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. 6 യാത്രക്കാരെയും ഒരു പൈലറ്റിനെയും വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഹെലികോപ്റ്റർ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിൽ 4 അഡൾട്ടും ഒരു കുഞ്ഞുമുണ്ടായിരുന്നു. ആ സഹയാത്രികർ എൻ്റെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ ഫാമിലിയും കൂടെയാണ്. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഈ ഹെലികോപ്റ്റർ അതിൻ്റെ മികച്ച രൂപകൽപ്പനയ്ക്കും മികച്ച പ്രകടനത്തിനും പേര് കേട്ടതാണ്. കൂടാതെ ഇത് വളരെ സ്റ്റൈലിഷുമാണ്, വളരെ കാര്യക്ഷമവുമാണ്. സിംഗിൾ എൻജിൻ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ വലിയ വിൻഡോകൾ വിശാലമായ കാഴ്ചകൾക്ക് തടസ്സമില്ലാതെ എല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ആയിരക്കണക്കിന് ഫ്ലൈറ്റ് ടൈമുകളുടെ അനുഭവമുള്ള ആളാണ് ഞങ്ങളുടെ പൈലറ്റ്. അതുപോലെ അദ്ദേഹം യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഒരുപാട് വിശദാംശങ്ങൾ ഞങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ യാത്ര പോകുന്ന മുറയ്ക്ക് തന്നെ അദ്ദേഹം ഓരോരോ കാര്യങ്ങൾ വിവരിച്ച് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹെലികോപ്റ്റർ പറന്നുയർന്ന് ഏകദേശം ഒരു 1500ഓളം അടി ഉയരത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് അറ്റ്ലാന്റിസ് പ്രശസ്തമായ പാം ജുമൈറയുടെ ആഡംബര ഹോട്ടലിൻ്റെ ആ പരിസരത്തുള്ള ആ വ്യൂ ആണ് നമ്മൾ ആദ്യമായിട്ട് കണ്ട് തുടങ്ങാൻ പോകുന്നത് ഈ യാത്രയിൽ. ഹെലികോപ്റ്റർ ഉയർന്ന ഉടനെ അത് കടലിൻ്റെ ആ പരിസരത്തോട്ട് ഉള്ളിലോട്ട് പോയിട്ട് പിന്നെ ആ ഒരു വ്യൂവിൽ നിന്ന് വലതുവശത്തോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് ദുബായിയുടെ പാം ജുമൈറയുടെ ഓരോ ഇതളുകളിലും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഓരോ വില്ലകളും ചെറിയ ചെറിയ പോർട്ടുകളും അടങ്ങുന്ന ഒരു വലിയൊരു ഏരിയ നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ ഉള്ളിലിരുന്നിട്ട് അത് വളരെ ചെറിയ ഒരു പാം ഇലയുടെ ആകൃതിയിലുള്ള രീതിയിലാണ് കാണുന്നത്. അതുപോലെ ആ കടലിലൂടെ ഒഴുകുന്നതുമായ വള്ളങ്ങളും ഈ പറഞ്ഞ പോലെ യാട്ടുകളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ വ്യൂ എന്ന് പറയുന്നത് ദുബായിലെ ലോക പ്രശസ്തമായ തന്നെ ബുർജ് അൽ അറബാണ് ആദ്യമായിട്ട് ഞങ്ങൾ കണ്ട് യാത്ര തുടങ്ങിയത്. കൂടാതെ അതിനോടനുബന്ധിച്ചുള്ള അടുത്തുള്ള പ്രശസ്തമായ ബീച്ചുകളും ടൂറിസ്റ്റ് സ്പോട്ടുകളും പോർട്ടുകളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അടുത്ത് സിറ്റിയിലോട്ട് കടക്കുകയാണ്. സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം കടലിൻ്റെ ആ ഒരു തീരത്തോട് ചേർന്നുള്ള യാത്രയാണ്. അത് ഉള്ളിലോട്ടൊന്നും കടക്കുന്നില്ല. അത് അതിൻ്റേതായ ആ ഒരു റൂട്ടിൻ്റെ രീതി അങ്ങനെയാണ്. അടുത്തതായിട്ട് ബുർജ് ഖലീഫയുടെ ആ ഒരു ഏരിയയിലോട്ടാണ് ഞങ്ങളുടെ ഈ ഹെലികോപ്റ്റർ പോകുന്നത്. അതിനു മുമ്പ് തന്നെ താഴോട്ട് നോക്കുമ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളും ഒരുപാട് റോഡുകളും അതിലൂടെ പോകുന്ന കുഞ്ഞു കുഞ്ഞുമായ വാഹനങ്ങളെയാണ് നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. അതും ഹെലികോപ്റ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരമായ ഒരു അനുഭവം കൂടെയാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു വശം എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളൊന്നും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല അത് ഏത് ഭാഗമാണ് എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ പൈലറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇടയ്ക്ക് ദുബായ് ഷെയ്ഖിൻ്റെ പാലസൊക്കെ അതുവഴി നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് അതെനിക്ക് വ്യക്തമായിട്ട് ഏത് ഭാഗത്താണെന്നുള്ളത് മനസ്സിലായില്ല. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പലർക്കൊക്കെ അത് മനസ്സിലായി. അങ്ങനെ ഡൗൺ ഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ്. നല്ലൊരു മനോഹരമായ ഒരു സിറ്റിയുടെ ഒരു അതിൻ്റെ മാനുഫാക്ചറിങ് ആയിരുന്നാലും അതിൻ്റെ ഒരു ഡിസൈൻ ആയിരുന്നാലും നമ്മൾ കാണുന്നത് ആകാശത്തൂടെ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വലിയൊരു ഇത് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഈ ദുബായ് നഗരത്തിലൂടെ കാറിലൂടെ പോകുമ്പോഴായിരുന്നാലും ശരി തന്നെ അല്ലാതെ ഇപ്പോൾ ഹെലികോപ്റ്ററിലൂടെ പോകുമ്പോഴും ശരി തന്നെ നമുക്ക് കാണുന്നത് മനോഹരമായ ഒരു നഗരത്തിൻ്റെ ആ ഒരു അവരുടെ ആ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വളരെ മഹത്തരമായിട്ടൊരു ഡിസൈനാണ്. അത് അതിൻ്റേതായ ഒരു രീതിയിൽ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ പുരോഗമിച്ച് പോവുകയാണ്. അപ്പോൾ ഏകദേശം യാത്രയുടെ ഒരു പകുതി
പൂർത്തിയായിട്ട് പിന്നെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പൈലറ്റ് അതിൻ്റെ ഡയറക്ഷൻ തിരിക്കുകയാണ്. തിരിക്കുമ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ അതായത് തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ എനിക്ക് വ്യൂ പോയിന്റ് ഇല്ല. എനിക്ക് അപ്പുറത്തെ സൈഡിലിരുന്ന ആൾക്കാർക്കാണ് പിന്നെ ആ ഒരു സിറ്റിയുടെ ബാക്കി വശങ്ങൾ കാണാൻ കഴിയുന്നത്. കാരണം എൻ്റെ സൈഡ് മൊത്തം പിന്നെ കടലിൻ്റെ ആ ഒരു വ്യൂ മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം യാത്രയെല്ലാം പൂർത്തിയാക്കി തിരിച്ച് യാത്ര തുടങ്ങിയ അറ്റ്ലാന്റിസ് പാം ജുമേരയുടെ ആ ഭാഗത്തോട്ട് എത്തിയ ഉടനെ തന്നെ പൈലറ്റ് കുത്തനെ തന്നെ അങ്ങ് ഈ ഹെലികോപ്റ്ററിനെ അങ്ങ് ചരിച്ചപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ഭയപ്പെട്ടു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് ഇങ്ങനെ കുത്തനെ ആ ഒരു ആംഗിളിലാണ് അത് ഇങ്ങനെ ചരിഞ്ഞ് പറന്നങ്ങ് ഇറങ്ങുന്നത്. അങ്ങനെ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഞങ്ങളെ സേഫായിട്ട് ഞങ്ങളുടെ പൈലറ്റ് എത്തിച്ചു. അതിനുശേഷം നേരെ ഗ്രൗണ്ട് സ്റ്റാഫുകളെല്ലാം വന്നു. അതുപോലെ അത് അറേഞ്ച് ചെയ്തിരുന്ന രീതിയിൽ ഫോട്ടോഗ്രാഫ്സുകളെല്ലാം അവരുടെ സ്റ്റാഫുകൾ നമുക്ക് വേണ്ടി എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവർക്ക് പേ ചെയ്തിട്ട് എടുക്കാമെന്നുള്ള രീതിയിലാണ് അവർ അതിൻ്റെ സൗകര്യം ചെയ്തു തന്നത്. അങ്ങനെ ഹെലികോപ്റ്ററിൻ്റെ ആ പാഡ് ഞങ്ങളുടെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അപ്പോഴത്തേക്കും ഏകദേശം നേരം ഇരുട്ടിയായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് തുടങ്ങിയ ഒരു യാത്രയായിരുന്നു. ഏകദേശം ആ ഒരു 12 മിനിറ്റുള്ള ആ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും തന്നെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും ഇതൊക്കെ ഈ കാണുന്നതൊക്കെ നമുക്ക് ഫ്ലൈറ്റിലിരുന്ന് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുമല്ലോ എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹെലികോപ്റ്ററിലിരുന്ന് കാണുന്നു എന്നുള്ള ഒരു ഫീലിംഗാണ് എനിക്കുണ്ടായത്. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കാണുന്നത്. അങ്ങനെ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.